ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ ബിസിനസ് മേഖലയെ പിടിച്ചുലയ്ക്കുമ്പോൾ പലരുടെയും ഉള്ളിൽ ഉയർന്ന വലിയൊരു ഭയമാണ് ജോലി നഷ്ടം. ഇറാൻ US സംഘർഷം GCC രാജ്യങ്ങളിലെ സാമ്പത്തിക ചക്രങ്ങളെ ബാധിക്കുമ്പോൾ പിരിച്ചുവിടലുകൾ ഒഴിവാക്കാൻ സാധിക്കുമോ? UAE പുതിയ തൊഴിൽ നിയമങ്ങൾ ജീവനക്കാർക്കും കമ്പനികൾക്കും നൽകുന്ന സുരക്ഷാ കവചങ്ങൾ എന്തൊക്കെയാണ്? പിരിച്ചുവിടൽ എന്ന കഠിനമായ തീരുമാനത്തിന് മുൻപ് തൊഴിലുടമകൾക്ക് മുന്നിലുള്ള ബദൽ മാർഗങ്ങൾ പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നു. ജോലിയിൽ തുടരാനും സ്ഥാപനത്തെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാനും ഈ നിയമം നൽകുന്ന ആ 4 വഴികൾ എന്തൊക്കെയാണ്? പ്രവാസികൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതാണ് ആ നിർണായക വിവരങ്ങൾ. ഇറാനും US തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നത് GCC രാജ്യങ്ങളാണ്. അതൊരു പ്രധാനപ്പെട്ട വസ്തുത കൂടിയാണ്. ആക്രമണങ്ങൾ ശക്തമായതോടെ പല രാജ്യങ്ങളിലെയും ബിസിനസ്സുകളെയും തൊഴിലിടങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നു. പലർക്കും തൊഴിൽ നഷ്ടമായി തുടങ്ങി. സാമ്പത്തിക പ്രതിസന്ധിയോ മറ്റു ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുമ്പോൾ ജീവനക്കാരെ പിരിച്ചുവിടുക എന്നത് കമ്പനികളെ സംബന്ധിച്ച് അവസാനത്തെ വഴിയാണ്. എന്നാൽ UAE പുതിയ തൊഴിൽ നിയമം അനുസരിച്ച് ഒരു കമ്പനി പ്രതിസന്ധിയിലാകുമ്പോൾ ജീവനക്കാരെ പിരിച്ചുവിടുന്നതിന് പകരം മറ്റു ചില ബദൽ മാർഗങ്ങൾ സ്വീകരിക്കാൻ അവസരമുണ്ട്. ഈ നിയമം തൊഴിലുടമയ്ക്കും തൊഴിലാളിക്കും ഒരുപോലെ ഗുണകരമാണ്. ലേ ഓഫ് ഒഴിവാക്കി കമ്പനികളുടെ പ്രവർത്തനങ്ങൾ നിലനിർത്തുന്നതിനും തിരിച്ചു പിടിക്കുന്നതിനും കമ്പനികൾക്ക് സ്വീകരിക്കാവുന്ന ചില മാർഗങ്ങളുണ്ട്. ഇനി എന്താണ് ലേ ഓഫ് എന്ന് ചോദിച്ചാൽ, ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക അല്ലെങ്കിൽ താൽക്കാലികമായി ഒഴിവാക്കുക എന്നാണ് അർത്ഥം. കമ്പനികളുടെ സാമ്പത്തിക മാന്ദ്യം, പ്രവർത്തന ചെലവ് കുറയ്ക്കൽ എന്നിവ കാരണം ജീവനക്കാരെ ജോലിയിൽ നിന്ന് ഒഴിവാക്കുന്നതിനെയാണ് ലേ ഓഫ് എന്ന് പറയുന്നത്. ലേ ഓഫ് ഒഴിവാക്കി കമ്പനികളുടെ പ്രവർത്തനങ്ങൾ നിലനിർത്തുന്നതിനും തിരിച്ചു പിടിക്കുന്നതിനും കമ്പനികൾക്ക് മുന്നിൽ ചില മാർഗങ്ങളുണ്ട്. ഇന്ന് പല കമ്പനികളും സ്വീകരിക്കുന്ന മാർഗമാണ് റിമോട്ട് വർക്കിംഗ്. പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ കമ്പനികൾ സാധാരണയായി ഈ മാർഗം തെരഞ്ഞെടുക്കാറുണ്ട്. ഇത് ഓഫീസ് വാടക, വൈദ്യുത ബില്ല്, മെയിൻ്റനൻസ് എന്നിവ കുറയ്ക്കാൻ സഹായിക്കും. അടുത്തത് ശമ്പളം കുറയ്ക്കുന്നതാണ്. ഒരു കമ്പനി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെങ്കിൽ ജീവനക്കാരുടെ ശമ്പളം താൽക്കാലികമായി കുറയ്ക്കാൻ നിയമം അനുമതി നൽകുന്നു. എന്നാൽ കുറയ്ക്കുന്നതിന് മുന്നേ തൊഴിലാളിയുമായി സംസാരിക്കണം, ലേബർ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കണം, ഒപ്പം കൃത്യമായ രേഖകൾ കയ്യിലുണ്ടാകണം. ഇനി കമ്പനി പഴയതുപോലെ ഉയർന്നാൽ ശമ്പളം പഴയ നിലയിലാക്കാമെന്ന വ്യവസ്ഥയും വെക്കണം. ഇതൊരു നിശ്ചിത കാലയളവിലേക്ക് മാത്രമായിരിക്കും. മൂന്നാമത്തേത് അവധിയിൽ പ്രവേശിപ്പിക്കാം എന്നുള്ളതാണ്. ജീവനക്കാരെ പൂർണ്ണമായി പിരിച്ചുവിടുന്നതിന് പകരം അവർക്ക് നിശ്ചിത കാലയളവിൽ ശമ്പളമില്ലാത്ത അവധി നൽകാൻ നിയമം അനുമതി നൽകുന്നുണ്ട്. എന്നാൽ ഇവിടെയും കമ്പനിക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ സാധിക്കില്ല. തൊഴിലാളിയുടെ പൂർണ്ണ സമ്മതം ആവശ്യമാണ്. നാലാമത്തേത് ജോലി സമയത്തിൽ മാറ്റം വരുത്താം എന്നുള്ളതാണ്. ഫുൾ ടൈം ജോലിക്ക് പകരം പാർട്ട് ടൈം, ടെമ്പററി അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ വർക്കിംഗ് രീതിയിലേക്ക് മാറാൻ പുതിയ നിയമപ്രകാരം കമ്പനികൾക്ക് കഴിയും. ഇനി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ശമ്പളം കുറയ്ക്കാനോ അവധിയിൽ പോകാനോ ജീവനക്കാരെ നിർബന്ധിക്കാൻ പാടില്ല. അതായത് ശമ്പളം കുറയ്ക്കാനോ അവധിയിൽ പോകാനോ പറഞ്ഞ് മാനസികമായോ ശാരീരികമായോ സമ്മർദ്ദത്തിലാക്കാൻ പാടില്ല. ശമ്പളം കുറയ്ക്കുന്നതിനോ അൺപെയ്ഡ് ലീവിനോ ജീവനക്കാരുടെ സമ്മതം നിർബന്ധമാണ്. വിവരങ്ങൾ മൊഹ്റ പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. യുദ്ധഭീതിയോ സാമ്പത്തിക മാന്ദ്യമോ സൃഷ്ടിക്കുന്ന അനിശ്ചിതാവസ്ഥയിൽ പിരിച്ചുവിടൽ എന്നത് കമ്പനികൾക്ക് അവസാനത്തെ ഓപ്ഷൻ മാത്രമായിരിക്കണം. UAE പരിഷ്കരിച്ച തൊഴിൽ നിയമങ്ങൾ അനുസരിച്ച് റിമോട്ട് വർക്കിംഗ്, താൽക്കാലിക ശമ്പളം വെട്ടിക്കുറയ്ക്കൽ, ഫ്ലെക്സിബിൾ ജോലി രീതികൾ എന്നിവ പ്രാവർത്തികമാക്കുന്നത് വലിയൊരു തൊഴിൽ പ്രതിസന്ധി ഒഴിവാക്കാൻ സഹായിക്കും. എന്നാൽ ഈ മാറ്റങ്ങളെല്ലാം തൊഴിലാളിയുടെയും പൂർണ്ണമായ സമ്മതത്തോടു കൂടിയും കൃത്യമായ രേഖകളുടെ പിൻബലത്തോടു കൂടിയും മാത്രമാണ് നടപ്പിലാക്കേണ്ടത്. നിയമപരമായ അറിവും പരസ്പര ധാരണയും ഉണ്ടെങ്കിൽ ഏത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയെയും മറികടന്ന് നമുക്ക് മുന്നേറാൻ സാധിക്കും. നിയമങ്ങൾ അറിഞ്ഞു വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ നമുക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുപോലെ തൊഴിലാളികൾ കയ്യിൽ കരുതേണ്ട ചില രേഖകളുണ്ട്, തൊഴിൽ കരാർ ഉൾപ്പെടെ. അതും കൃത്യമായി സൂക്ഷിച്ചു വെക്കുകയും തൊഴിൽ കരാറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി വായിച്ച് മനസ്സിലാക്കി അതിലൊരു ധാരണ ഉണ്ടാക്കി വെക്കുന്നതും എപ്പോഴും നല്ലതാണ്. അനാവശ്യമായ പിരിച്ചുവിടലോ അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ ശമ്പളം വെട്ടിക്കുറയ്ക്കലോ ഒക്കെ ഉണ്ടാകുമ്പോൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തരം നിയമത്തെക്കുറിച്ച് അറിയുന്നത് എപ്പോഴും നല്ലതാണ്.